അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്നാക്ക്. കോളിഫ്ലവർ ബജ്ജി ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? കോളിഫ്ലവർ ബജ്ജി അല്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത്. കാണുമ്പോൾ കോളിഫ്ലവർ ബജ്ജി പോലെ തോന്നുമെങ്കിലും നമ്മൾ കോളിഫ്ലവർ 65 ആണ് ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടലമാവിലൊക്കെ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് കുറച്ച് മൈദപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഇത് അരിപ്പൊടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനും വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ബജ്ജികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ കോളിഫ്ലവർ ബജ്ജി ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോളിഫ്ലവർ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തിട്ടാണ് ബജ്ജി ഉണ്ടാക്കാറ്. പക്ഷേ ഇതിൽ നമ്മൾ ഈ കോളിഫ്ലവർ 65 ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ കോളിഫ്ലവർ ഒരു മണിക്കൂറെങ്കിലും പൂക്കളിങ്ങനെ പെറ്റൽസ് ആയിട്ട് അടർത്തി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് വേവിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം 3-4 പ്രാവശ്യം ഉപ്പ് പോകുന്നത് വരെ നന്നായി കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് മാത്രം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 65 എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കോളിഫ്ലവർ 65 ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് കുറച്ചധികം പൊടികൾ ചേർക്കാനുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഞാൻ കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപ്പിട്ട വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് കുറച്ച് സമയം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കോളിഫ്ലവർ. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ കോളിഫ്ലവർ പക്കോടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന പോലെ കടലമാവല്ല, അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമുക്ക് അപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പാകത്തിലുള്ള അരിപ്പൊടി എടുക്കാം. പുട്ടിൻ്റെ പൊടിയാകുമ്പോൾ കുറച്ച് തരി കൂടുതലായിരിക്കും. അപ്പോൾ ആ പൊടി ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും വേണം, പിന്നെ വെള്ളം വേണം. കുറച്ച് വേപ്പില ഇതിലേക്ക് നമുക്ക് ചേർക്കാനും വേണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ആദ്യം കോളിഫ്ലവർ മാറ്റട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1-2 തണ്ട് കറിവേപ്പില നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കാം. കറിവേപ്പില നമ്മൾ ഫ്രൈ ചെയ്യുമെങ്കിലും ഇതിലേക്ക് മിക്സായി വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് പെരിഞ്ജീരകം ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം, ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക നമ്മുടെ കോളിഫ്ലവറിലേക്ക് കറക്റ്റായിട്ട് കോട്ടാവാനുള്ള അരിപ്പൊടി ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളമായി പോകണ്ട. കുറച്ചുകൂടി അരിപ്പൊടി ചേർക്കാം. നമുക്കിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാനുള്ളതാണ് ഇതിലേക്ക്. അപ്പോൾ എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഉപ്പ് ചെക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ഉപ്പുള്ളതാണ്, അപ്പോൾ ഉപ്പ് കൂടി പോകരുത്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ എരിവ് ചേർക്കാം. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ്. കറക്റ്റായിട്ട് കോട്ടിങ് ആവുന്നില്ല കോളിഫ്ലവറിലേക്ക്, അപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മുഴുവനായിട്ട്. ഒരു 1/4 കിലോ കോളിഫ്ലവറിലെ അളവിലേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എരിവ് ഒരുപാടുള്ള രീതിയിലല്ല, ഞാൻ ചെറിയൊരു എരിവുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വയ്ക്കുക. ഈ മസാലകളൊക്കെ നമ്മുടെ കോളിഫ്ലവറിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ തന്നെ വെച്ചോളൂ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. സാധാരണ കോളിഫ്ലവർ ബജ്ജിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കടലമാവും മൈദപ്പൊടിയും ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ ഫ്രൈ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ അതിന് ശേഷം കുറച്ച്
ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട്. അത് ഗാർണിഷ് ചെയ്യാനും ടേസ്റ്റ് കൂടാനും കൂടിയാണ്. ഇവിടെ കിച്ചൂസിൻ്റെ ഫേവറേറ്റാണ് കോളിഫ്ലവർ ബജ്ജി. അതുപോലെ തന്നെ ഈ കോളിഫ്ലവർ 65 ആണെങ്കിൽ നമുക്ക് ഒരു ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു വെജ് റെസിപ്പിയാണ്. അപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ആളുകൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റും എല്ലാം വരുമ്പോൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇത്രേ ഇടുന്നുള്ളൂ. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം, ലോ ഫ്ലെയിമിലേക്ക് വെക്കണ്ട. വേഗം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 or 3 ബാച്ചായിട്ട് ഇത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി ജസ്റ്റ് ഒരു ഭംഗിക്കായിട്ട് കുറച്ച് പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പച്ചമുളക് വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ഒന്ന് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ മുകളിൽ ഇട്ടിട്ട് സെർവ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഗെറ്റ് ടുഗദറിന് സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സെർവ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കോളിഫ്ലവർ മാത്രം ഫ്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നമ്മുടെ മുളകും വേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയിട്ടില്ല, പക്ഷേ വേപ്പില മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കോളിഫ്ലവറിന് മുകളിലേക്ക് ഇട്ടിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 65 എല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. കിച്ചൂസ് കഴിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങളിപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒരു ലൈക്കും തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കക്ക ഇറച്ചി വാങ്ങിക്കുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ. ഇവിടെ വൈക്കത്തുനിന്നാണ് ആ ചേട്ടൻ കക്ക ഇറച്ചിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടോന്ന് നോക്കാം. എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. 3 സീസൺ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങള് 2-3 പ്രാവശ്യമായിട്ട് കക്ക ഇറച്ചി വാങ്ങിക്കുന്നത്. ഏറ്റവും ചെറുത്, മീഡിയം, വലുത് എല്ലാം ഉണ്ട്. പിന്നെ നല്ല വലിപ്പമുള്ള കക്ക ഇറച്ചി ഉണ്ട്. അപ്പോൾ വാങ്ങിച്ചോ. മീഡിയം വലിപ്പത്തിലുണ്ട്, നല്ല വലുതുണ്ട്, തീരെ പൊടിയായിട്ടുള്ളതുണ്ട്. അടുപ്പിച്ചെടുക്കരുത്, ഇതല്ല ഇതിനേക്കാളും നല്ല സൈസ് ഉള്ളതാ. എടുത്തിട്ടില്ല, ഇന്നത്തെ തീരെ തൊങ്ങിയിട്ടാണ്. ചെറിയ സൈസ്, നല്ല വലിയ സൈസ്. തീർന്നോ കക്കറിച്ച്? തീർന്നോ? നേരത്തെ തീർന്നു. പാഴ്സലാണ് കൂടുതൽ. ഓ, പാഴ്സലാണ് കൂടുതൽ. വിളിച്ചു പറയും ഇവിടെ നേരത്തെ തീരും പരിപാടി. അപ്പൊ നമുക്ക് ഈ വലിയ സൈസ് ഒരു 1/2 കിലോ എടുത്തോ. വൈക്കത്തുനിന്ന് ഡെയിലി വരുമോ അപ്പൊ ഇവിടെ? എനിക്ക് ഹോട്ടൽ സപ്ലൈ ആണ്. അത് ശരിയാണ്. കൈവെള്ളയിൽ എടുത്ത് വെക്കാൻ നേരത്തെ സൈസ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആ, ഇത് കാണാൻ പറ്റും, നല്ല ലൈറ്റ് ഇല്ല.
കിലോ എത്ര? 90. ഇപ്പം മഴയാകാൻ നേരത്ത് നല്ല സൈസൊന്നും. ഇതിലും വലുതാവോ? ഇതിലും വലുതാണ്. ഇവിടെ പലരും പോകാൻ നേരത്ത് ഉയ്യോ എന്നും പറഞ്ഞ് നമ്മളത് കേട്ടിട്ടുണ്ട്. ഇത്രയും വലിയ സൈസ് സാധാരണ കാണാറില്ലല്ലോ. ചെറുതാണ്. പക്ഷെ അതിൽ പണി എടുക്കേണ്ടി വരും. അതിന്റെ റീസൺ ആണ്, അല്ലാതെ വേറെ ഒന്നും. അതാകുമ്പോ ഒരു 2 മണിക്കൂർ പണിയെടുക്കണം. ഇതാകുമ്പോ ഇവിടെ വന്നവരോട് ഞാൻ പറയാറില്ല, എപ്പോഴും ചെറുതാണ്. ഇവിടെ അപ്പുറത്തന്നെ ഒരു ചേട്ടൻ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും